ദിവ്യ ജോണി ജീവിതം അവസാനിപ്പിച്ചു. ആരാണ് ഈ ദിവ്യ ജോണി? 2021 കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ ദിവ്യ ജോണി എന്ന് പറയുന്നൊരു യുവതി 3 മാസം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നത്. ആദ്യം കുഞ്ഞ് കരഞ്ഞപ്പോൾ ബാത്റൂമിലെ ബക്കറ്റിൽ വെള്ളം നിറച്ച് കുഞ്ഞിനെ മുക്കി കൊല്ലാൻ ശ്രമിച്ചു. പിന്നീട് പെട്ടെന്നൊരു മനംമാറ്റം വന്ന ദിവ്യ കുഞ്ഞിനെ വാരിയെടുത്തു, എന്നിട്ട് കെട്ടിപ്പിടിച്ച് കിടന്നു. എന്നാൽ അധികം വൈകാതെ അവൾ കുഞ്ഞിനെ വീണ്ടും അപായപ്പെടുത്താൻ ശ്രമിച്ചു. തലയണ കൊണ്ട് ശ്വാസം മുട്ടിക്കുകയായിരുന്നു. ഇത്തവണ മനംമാറ്റം വന്നപ്പോഴേക്കും പക്ഷേ കുഞ്ഞ് മരിച്ചിട്ടുണ്ടായിരുന്നു. കൈക്കുഞ്ഞിനെ സ്വന്തം അമ്മ കൊന്ന വാർത്ത അന്ന് മലയാളക്കാരെ ആകെ ചർച്ചാ വിഷയമായിരുന്നു. കേട്ടവർ ദിവ്യയെ ശപിച്ചു, ആ കുഞ്ഞിനെ ഓർത്ത് വിലപിച്ചു. എന്നാൽ അധികം വൈകാതെ തന്നെ മറ്റൊരു വാർത്ത പുറത്തു വന്നു. കുഞ്ഞിനെ അപായപ്പെടുത്തിയ സമയത്ത് ദിവ്യയുടെ മനോനില തെറ്റിയിരുന്നു എന്നതായിരുന്നു വാർത്ത. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന അവസ്ഥയും കടന്ന് അതിമാരകമായ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന ഒരു അവസ്ഥയ്ക്ക് അവൾ അടിമപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്താണെന്ന് അറിയാത്തവരായി ആരുണ്ടാവില്ല. എന്നാൽ അന്ന് അങ്ങനെ ആയിരുന്നില്ല. സത്യം പറഞ്ഞാൽ ദിവ്യയുടെ ഇൻസിഡന്റിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച് മലയാളികൾ കൂടുതൽ അടുത്തറിയുന്നത്, ആ അവസ്ഥയെ ഗൗരവമായി കാണാൻ തുടങ്ങുന്നത്. എത്രയോ സ്ത്രീകൾ താങ്കളും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നും പറഞ്ഞ് മുന്നോട്ട് വരാൻ തുടങ്ങി. സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ മാത്രം ഗുരുതരമായ മനോനിലയുമായാണ് പല അമ്മമാര് പ്രസവാനന്തരം തള്ളി നീക്കുന്നത് എന്ന കാര്യം എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. ശാപവാക്കുകളെ കൊണ്ട് പൊതിഞ്ഞവരൊക്കെ ദിവ്യയെ സഹതാപത്തോടെ കാണാൻ തുടങ്ങി. വിവാഹശേഷവും പ്രസവശേഷവും ഭർത്താവിൽ നിന്നും ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നുമൊക്കെ നേരിടേണ്ടി വന്ന ഒറ്റപ്പെടുത്തലുകളും അവഗണനകളുമാണ് ദിവ്യ ഒരു മാനസിക രോഗിയാക്കി മാറ്റിയത്. പ്രസവശേഷം പോലും അവൾക്ക് വേണ്ട പരിചരണങ്ങൾ ലഭിച്ചില്ല. കുഞ്ഞിനെ കൊന്ന സംഭവത്തിന് ശേഷം ദിവ്യ ഭർത്താവിൽ നിന്നും വിവാഹമോചനം തേടി ഒറ്റയ്ക്ക് ജീവിച്ചു വരികയായിരുന്നു. അതിനിടെയാണ് ഈ അടുത്ത് വീണ്ടും വിവാഹിതയാവുന്നത്. ഭർത്താവ് കണ്ണൂരുകാരനായിരുന്നു. ഭർത്താവിന്റെ വീട്ടിൽ ദിവ്യ സന്തോഷത്തോടെ ആയിരുന്നു എന്നാണ് ദിവ്യ അറിയുന്നവരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. പിന്നെ എന്തുകൊണ്ട് ദിവ്യ ജീവൻ ഒടുക്കി? എല്ലാവരുടെ മനസ്സിൽ ഉയർന്നു വരാവുന്ന ഒരു ചോദ്യമാണത്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത അറിയുന്നത്. ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ദിവ്യ ഗർഭിണിയായിരുന്നു. മാത്രമല്ല ഇത് ദിവ്യയുടെ ആദ്യത്തെ ആത്മഹത്യാ ശ്രമമായിരുന്നില്ല. ഒരു ആത്മഹത്യാ ശ്രമം നടത്തി അതിന് ചികിത്സകളെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിലെത്തിയിട്ട് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനിടയിലാണ് വീണ്ടും ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. ഇത്തവണ പക്ഷേ ദിവ്യയെ രക്ഷിക്കാനായില്ല. ദിവ്യയെ അടുത്തറിഞ്ഞ ദിവ്യയുടെ ഒരു സുഹൃത്ത് ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം സംസാരിക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. എനിക്ക് ദിവ്യ ജോൺ എന്ന പെൺകുട്ടിയുമായിട്ട് വളരെ ഒരു ഡിസ്റ്റന്റ് റിലേഷൻ ഉണ്ട്. എങ്കിൽ പോലും ചില കാര്യങ്ങൾ ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് സംസാരിച്ചിരുന്ന സുഹൃത്തുക്കൾ എന്നുള്ള രീതിയിൽ 1-2 കാര്യങ്ങൾ ഞാനിപ്പോൾ പുറത്തു പറയുകയാണ്. ദിവ്യ ജോണിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദിവ്യ ജോണിന്റെ അടക്കം ഇന്നായിരുന്നു സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞത്. ശ്മശാനത്തിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ആ വീട്ടിലും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ ശ്മശാനത്തിൽ പോയപ്പോ ശരിക്കും അവിടെ നിന്ന് 1-2 പുതിയ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. വളരെയധികം വേദനയോടുകൂടി തന്നെയാണ് ഞാൻ ഈ കാര്യം പുറത്തു പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ദിവ്യ ജോണിനെ രണ്ടാമത് വിവാഹം കഴിച്ചുകൊണ്ട് പോയത് കണ്ണൂരാണ്. കണ്ണൂർ വെച്ചാണ് കുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. ഈ ആത്മഹത്യ ചെയ്യുന്നതിനുള്ള ടെൻഡൻസി ശരിക്കും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഒരു ശ്രമം കൂടി ദിവ്യ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. കുറച്ച് ഗുളികകൾ ദിവ്യ വാരി കഴിച്ചിട്ടുണ്ടായിരുന്നു ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അത് വളരെയധികം ക്രിട്ടിക്കലായിരുന്നു. ഈ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് കൊണ്ടുപോയി വീണ്ടും ഒരു അറ്റംപ്റ്റ് ആണ് നടത്തിയിരുന്നത്. പിന്നെ ഏറ്റവും ദുഃഖകരമായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവ്യ പ്രഗ്നന്റ് ആയിരുന്നു. രണ്ടാമത് ഗർഭിണി ആയിരിക്കെയാണ് ദിവ്യ ഇത്തരത്തിൽ വീണ്ടും ഒരു കടുങ്കൈ ചെയ്തത്. ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ദിവ്യ ഗർഭിണിയായിരുന്നു. ഈ ഒരു കാര്യമാണ് എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തത്. മുമ്പ് മനോനില തെറ്റി സ്വന്തം കുഞ്ഞിനെ തന്നെ കൊന്നൊരു സ്ത്രീ ഇപ്പോൾ ഇത് ഗർഭിണി ആയിരിക്കും തന്നെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അപ്പൊ എന്തായിരിക്കും ആ ആത്മഹത്യയുടെ കാരണം? ഇനി ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിനെയും താൻ അപായപ്പെടുത്തുമോ എന്ന പേടികൊണ്ടായിരിക്കുമോ ദിവ്യ ആത്മഹത്യ ചെയ്തത്? ഒബ്വിയസ്ലി ആരായാലും ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ് അതിലെ. പണ്ട് 2021 സംഭവത്തിന് ശേഷം ദിവ്യ കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട്. ഇനി ഒരു കല്യാണമോ പ്രസവമോ തന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് ദിവ്യ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഭാഗം ഒന്ന് കണ്ടോക്കാം. ഇനിയൊരു കുഞ്ഞെന്ന് പറയാൻ എനിക്ക് പേടിയാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയൊരു മോനോ മോളോ ഉണ്ടായാൽ ഞാൻ അതിനെ എന്തെങ്കിലും ചെയ്തു പോയാലോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. അതുകൊണ്ട് ഇനി ഒറ്റയായിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചേക്കുന്നത്. കല്യാണവും വേണ്ട, ഒന്നും വേണ്ട. 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഡിവോഴ്സിന് ചെയ്തു തരാമെന്ന് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പം ഒരു ജോലി വാങ്ങിക്കണം. എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ജോലിയൊക്കെ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഒരു ജോലി കിട്ടണം, അച്ഛനെ നോക്കണം, മുന്നോട്ടുള്ള കാലം എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഭൂമിയിൽ അങ്ങോട്ട് കഴിച്ചു കൂട്ടണം. അത്രയേ ഉള്ളൂ. കല്യാണവും വേണ്ട, കുഞ്ഞിനെയും വേണ്ട, ശിഷ്ടകാലം അച്ഛനെ നോക്കി എങ്ങനെയും ജീവിച്ചു പോകണമെന്ന് തീരുമാനമെടുത്ത് ദിവ്യയാണ്. പിന്നീട് ഒരു വിവാഹം ചെയ്ത് ഗർഭിണിയുമായി. ഇതെങ്ങനെ സംഭവിച്ചു? മനുഷ്യന്മാരല്ലേ, മാറ്റങ്ങൾ വരാം. വികാരങ്ങളെയും വിചാരങ്ങളെയും എല്ലാ കാലവും മാറ്റി നിർത്താൻ കഴിയില്ലല്ലോ. പോരാത്തതിന് ദിവ്യ തീരെ ചെറുപ്പവുമായിരുന്നു. മാനസികമായി ബെറ്റർ ആയപ്പോൾ അവൾ പുതിയൊരു ജീവിതം സ്വപ്നം കണ്ടിരിക്കാം. എന്നാൽ ഗർഭിണി ആയതോടെ പഴയ കാലത്തെ ഓർമ്മകൾ, തന്റെ കുഞ്ഞിനെ കൊന്ന ആ ഭീകരമായ ഓർമ്മകൾ അവളിലേക്ക് വീണ്ടും ചെന്നിരിക്കണം. ആ ഓർമ്മകൾ പൂർണ്ണമായി ഭേദമായി കിടക്കാതെയുള്ള അവളുടെ മാനസിക രോഗത്തെ വീണ്ടും ട്രിഗർ ചെയ്തിരിക്കാം. ഇനിയൊരു കുഞ്ഞുണ്ടായാൽ താൻ
അതിനെയും അപായപ്പെടുത്തിയാലോ? അതുകൊണ്ട് ഇനി എന്റെ ജീവിതത്തിൽ കുഞ്ഞ് വേണ്ട എന്ന് തീരുമാനിച്ച ആളാണ്. വീണ്ടും ഗർഭിണിയായപ്പോൾ അവൾ ഭയന്നിരിക്കണം. ആ ഭയം തന്നെ ആയിരിക്കണം അവളെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. ഇനി മറ്റു വല്ല കാരണങ്ങളും ഉണ്ടെങ്കിൽ അത് വരും ദിവസങ്ങളിൽ പുറത്തു വരിക തന്നെ ചെയ്യും. എന്തായാലും ദിവ്യയുടെ സുഹൃത്തിന് പറയാനുള്ള ബാക്കി കാര്യങ്ങളും കൂടി കേട്ടു നിർത്താം. നമുക്കെല്ലാവർക്കും ദിവ്യയുടെ എല്ലാ കഥകളും അറിയാവുന്നതാണ്. ദിവ്യ ജോൺ എന്ന പെൺകുട്ടി വളർന്നു വന്ന സാഹചര്യം, രക്ഷിതാക്കളുടെ ഒന്നും തന്നെ സംരക്ഷണമില്ലായിരുന്നു. അച്ഛന്റെ മാത്രം സംരക്ഷണയിൽ ഒതുങ്ങി വന്നൊരു പെൺകുട്ടിയാണ്. കുണ്ടറയിൽ തന്നെ ഒരു പ്രാദേശിക ചാനലിൽ അത്യാവശ്യം ന്യൂസ് റീഡർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എന്നോടൊപ്പം തന്നെ ഓഫീസിൽ, അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന മാധ്യമ സ്ഥാപനത്തിൽ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. ഈ ഒരു സംഭവമൊക്കെ തന്നെ എല്ലാവരോടും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. പക്ഷെ ദിവ്യ ജോൺ എന്ന പെൺകുട്ടിയോട് ഇന്ന് ദിവ്യ ജോണിന്റെ ഭർത്താവ് ഞങ്ങളെ ശ്മശാനത്തിൽ വെച്ച് സംസാരിച്ചു. അദ്ദേഹത്തിന് വീഡിയോയുടെ മുമ്പിലേക്ക് വരാനോ ഒരു ബൈറ്റ് തരാനോ ഉള്ള മാനസികാവസ്ഥ അല്ലാത്തത് കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഞങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 4-5 മാസമേ ആവുന്നുള്ളൂ. ഈ കുട്ടി ഗർഭിണിയായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു കടുങ്കൈ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം വേദനയോട് തന്നെയാണ് ഈ ഒരു സങ്കടം പറഞ്ഞത്. ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടം സിൻഡ്രം എന്ന് പറയുന്ന ആ രോഗം വീണ്ടും ഏതെങ്കിലും തരത്തിൽ ദിവ്യയെ ബാധിക്കുമോ, ദിവ്യയെ കടന്നു കൂടുമോ, അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടിക്ക് സംഭവിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ അസുഖത്തിന്റെ ഒരു അവസ്ഥയിൽ ദിവ്യ വീണ്ടും അത്തരത്തിലൊരു ചതി ചെയ്യുമോ എന്നുള്ള ഒരു ചിന്ത കൊണ്ടായിരിക്കുമോ എന്തോ അറിയില്ല. വീണ്ടും ആ കുട്ടി വളരെയധികം പാനിക്കായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം ആദ്യം നടത്തുകയും പിന്നീട് വീണ്ടും ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഡിപ്രഷനോളം ഭീകരമായ ഒരു അവസ്ഥ വേറെ ഇല്ലെന്ന് തോന്നുന്നു. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മാനസിക രോഗമാണ് ഈ ഡിപ്രഷൻ. എത്ര പ്രോപ്പറായി ചികിത്സിച്ചാലും അത് തടയാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മളെ മാനസികമായി ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ മതി, നമ്മൾ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഡിപ്രഷൻ അത് ട്രിഗർ ചെയ്യും. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായവരിൽ പിന്നീട് വീണ്ടും ഡിപ്രഷൻ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. ദിവ്യയുടെ കേസിലും അങ്ങനെ തന്നെയായിരിക്കാം സംഭവിച്ചത്. വളരെ ആക്റ്റീവ് ആയിരുന്ന ഒരു കുട്ടിയായിരുന്നു ദിവ്യ. വെൽ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, നന്നായി സംസാരിക്കും, കാണുമ്പോൾ തന്നെ പോസിറ്റീവായി തോന്നുമായിരുന്നു. കുഞ്ഞിനെ കൊന്ന സംഭവത്തിന് ശേഷം പോലും അവൾ സോഷ്യൽ മീഡിയയിൽ നന്നായി ആക്റ്റീവ് ആയിരുന്നു. ജോഷ് ടോക്കിലും ഫ്ലവേഴ്സ് ഒരു കോടിയിലും ഒക്കെ പങ്കെടുത്തു, തന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചു. എല്ലാം തുറന്നു പറയുന്ന ദിവ്യയെ ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. സ്വന്തം കുഞ്ഞിനെ കൊന്ന രാക്ഷസി എന്ന് പറഞ്ഞവരെല്ലാം അവളെ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു. അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതിലെ. മലയാളിയുടെ സ്വഭാവം വെച്ച് സ്വന്തം കുഞ്ഞിനെ കൊന്ന ഒരു അമ്മക്ക് മലയാളികൾ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല. എന്നാൽ ദിവ്യ തന്റെ സുഖത്തിന് വേണ്ടിയോ കാമുകന്റെ കൂടെ ഒളിച്ചാടാൻ വേണ്ടിയോ ഒന്നുമല്ലല്ലോ കുഞ്ഞിനെ കൊന്നത്. അവളിലെ രോഗമാണ് അവളെ കൊണ്ട് അങ്ങനെ പ്രവർത്തിപ്പിച്ചത്. അത് തിരിച്ചറിയാനുള്ള വിവേകം മലയാളികൾക്ക് ഉണ്ടായി എന്നുള്ളതാണ്. ദിവ്യ പിന്നീട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ക്രിസ്തീയ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കണ്ടന്റുകളായിരുന്നു ചെയ്തിരുന്നത്. ഏകദേശം 1.5 മാസം മുമ്പ് വരെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാറ്റിനും ഉപരി പഴയതിൽ നിന്നൊക്കെ അവൾ നന്നായി മൂവ് ഓൺ ചെയ്തിരുന്നു. കല്യാണം വരെ കഴിച്ചു. പക്ഷെ എന്നിട്ടും ഒടുവിൽ അവൾ ജീവൻ ഒടുക്കി. കാരണങ്ങൾ നമുക്ക് ഊഹിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഡിപ്രഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ ആരെങ്കിലും അവളുടെ മനസ്സിനെ വേദനിപ്പിച്ചിരിക്കാം. നീ എന്തിനാ വീണ്ടും ഗർഭിണിയായത്, ഈ കുഞ്ഞിനെയും കൂടി കൊല്ലാനാണോ എന്ന് ആരെങ്കിലും അവളോട് ചോദിച്ചിട്ടുണ്ടെങ്കിലോ അതും അതിൽ അവൾ തകർന്നു പോകാൻ. എന്തായാലും ആത്മഹത്യാ കുറിപ്പോ മറ്റോ ലഭ്യമാണോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ആത്മഹത്യയുടെ കാരണങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയില്ല. അതെന്ത് തന്നെയായാലും ഡിപ്രഷൻ എന്ന അവസ്ഥയെ എല്ലാവരും സൂക്ഷിക്കുക. ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ അവഗണിക്കാതിരിക്കുക, അവരെ ചേർത്ത് നിർത്തുക. മാനസിക ആരോഗ്യത്തെ മലയാളികൾ സീരിയസ് ആയി എടുക്കാൻ തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല. ശരീരത്തിന്റെ വേദനയേക്കാൾ 100 മടങ്ങായിരിക്കും മനസ്സിന്റെ വേദനകളെന്ന് ഞാൻ ആർക്കും പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. എല്ലായ്പ്പോഴും സഹജീവികളുടെ കരുണുള്ളവരായിരിക്കുക. കൂടുതലൊന്നും ഞാനിവിടെ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.